നോക്കി കാണാം. എനിക്കറിയാം എവിടാ പോയിട്ട് പറഞ്ഞതെല്ലാം മേടിച്ചു. സന്ധ്യ ആദ്യം വിളക്കൊക്കെ ഒരുക്ക്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. കുറേ ദിവസമല്ലേ ജാനിക്കുട്ടിയും കുഞ്ഞോനെയും കണ്ടിട്ട്. അവിടുന്ന് കയറി പിന്നെ ഒച്ച അടച്ചു. പ്രിയങ്ങളെ, ഇന്നലത്തെ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ, രാത്രി 10:30 ആയി വന്നപ്പം പള്ളിയിൽ കഴിഞ്ഞ് പിന്നെ രാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയി. അപ്പം ആ തണുപ്പടിച്ച് എൻ്റെ ഒച്ച അടച്ചു. അതുകൊണ്ട് ഒരുമാതിരി ശബ്ദമാണ്. തൊണ്ടയ്ക്ക് ഒരു കിച്ചീച്ചൊക്കെ ഉണ്ട്, വേദന പോലൊക്കെ ഉണ്ട്. ഉപ്പുവെള്ളമൊക്കെ ഒന്ന് കൊള്ളണം. ജാനിക്കുട്ടിയുടെ അടുക്ക കയറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അമ്മ വരുന്നുണ്ട്. അപ്പം മോനിക്കുട്ടിനും അമ്മമ്മയും കൂടെ വരുവുള്ളേ. ഞാൻ അപ്പം ഇങ്ങോട്ട് പോരുന്നു. കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് ഇടയിലോട്ട് വെക്കണം. അത് കറിയാക്കണം. ചോറൊക്കെ ഇരിപ്പുണ്ട്. കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ വന്നു. നേരത്തെ തൊട്ടേ എനിക്ക് അവിടുത്തെ ചേച്ചിയും ചേട്ടനെയൊക്കെ അറിയാം. കാരണം ഈ വന്ന ആളിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നു. ചേച്ചി മരിച്ചുപോയെ. അപ്പോൾ ഇന്ന് വന്ന് എന്നോട് വർത്തമാനം പറഞ്ഞിട്ടൊന്നും അത് ആ മോളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് ആ ചേച്ചിയുടെ മോളാണെന്നൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് വേണ്ടിയിട്ടൊക്കെ പോയി. ഒരുപാട് സ്നേഹം. പിന്നെ ആരെയും കണ്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായിരുന്നോ? സമാധാനമായിരുന്നോ? വിഷമങ്ങളുണ്ടായിരുന്നോ? എന്നൊക്കെ പറയണം കേട്ടോ. എനിക്കിന്ന് വലിയ കുഴപ്പമില്ലാതെ കടന്നു പോയി. ഇന്ന് ഒന്നും ഓർത്ത മനസ്സ് ആവലാതിപ്പെട്ടില്ല. വലിയ കുഴപ്പമില്ലാതെ പോയി. ആവലാതിപ്പെടാനൊന്നും ഇല്ലാഞ്ഞല്ല, ഒരുപാടുണ്ട്. പക്ഷെ എന്തോ അതങ്ങ് ശ്രദ്ധിക്കാതെ കടന്നുപോയി ഈ ദിവസം. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ന് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. ഞാൻ പുതുവർഷ കുർബാനയ്ക്ക് ഇതുവരെയും പോയിട്ടില്ല. കാരണം രാത്രിയിലൊക്കെ അല്ലേ കുർബാന, അല്ലെ അതിരാവിലെയാണ്. ഇപ്രാവശ്യം ഞാൻ പോയി. അപ്പം അതുകൊണ്ട് പണി കിട്ടി. എന്നാലും നോക്കാം, പനിയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം ഞാൻ കുളിച്ച് ജപിച്ച് വരാട്ടോ. കുളി ജപമൊക്കെ കഴിഞ്ഞ് മീൻകറി അങ്ങോട്ട് വെക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻകറി വെച്ചപ്പോഴത്തേക്കും മല്ലിപ്പൊടി തീർന്നായിരുന്നു. ഇരിപ്പുണ്ട്, ഇട്ട് വെക്കട്ടെ. തേട് മീൻ നമ്മൾ കറി വെക്കും. ഇന്നലത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഒരു ഡെക്കറേഷൻ കാണിച്ചിട്ട് സ്റ്റാറിൻ്റെ, അത് ഇവിടുത്തെ കത്തോലിക്ക പള്ളിയിലായിട്ട് അവിടെ പെരുന്നാളിന് കൊടിയേറി. അതിൻ്റെ പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മൾ ജാനിക്കുട്ടിയുടെ നിന്നപ്പോൾ കേൾക്കാൻ. അവിടെ നിന്നാ കേൾക്കാം, അടുത്ത് കേൾക്കാം. എന്തോ ചോറൊന്നുകൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് വാർത്തിടാം.
അടുത്ത ആഴ്ചത്തേക്ക് മുത്തുമണി വരും കേട്ടോ. പരീക്ഷ 7-ാം തീയതി വരെ പരീക്ഷയുണ്ട്. അത് കഴിയുമ്പോൾ വരും. മോനുകുട്ടിന് 5-ാം തീയതി സ്കൂള് തുറക്കും. ആ ആഴ്ചയിൽ അവർക്ക് സ്കൂളിൽ നിന്ന് ടൂറുണ്ട്. കലണ്ടർ മാറ്റിയില്ല. ഞാൻ ഒരു കാര്യം കാണിക്കും. ആ പ്രതിഭാസം എല്ലായിടത്തും ഉണ്ടോ എന്ന് പറയാം കേട്ടോ. ഉപ്പൊക്കെ ചേർക്കട്ടെ. ഈ പ്രാവശ്യം നമ്മൾ സാധാരണ നോർമൽ ഉപ്പാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്കെല്ലാം റോക്ക് സോൾട്ടായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഈ ഒരു ഉപ്പ് ഇവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അത് മാത്രമല്ല, അയഡൈസ്ഡ് ഉപ്പ് ഇടയ്ക്ക് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതും രണ്ടും മാറി മാറി ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് ഇപ്രാവശ്യം നമ്മൾ സാധാരണ ഉപ്പാണ് എടുത്തത് കേട്ടോ. പുളി കഴിച്ചുകൊണ്ട് വരട്ടെ. മീനൊക്കെ പൊറുക്കിയിട്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇരുന്നുണങ്ങിപ്പോയി. ഒച്ച കുറവാണ്. വലിയ പാടാ, സൗണ്ട് വരുന്നില്ല. വേറൊന്നുമല്ല, കലണ്ടർ ഈ പ്രാവശ്യത്തെ 2026 കലണ്ടർ നമ്മള് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് 2024, 23, 22, 21, 20, 2019. 2019 തോന്നുന്നു നമ്മളിവിടെ വരുന്നത് കേട്ടോ. ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത് ഞാൻ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. 19 18 അന്ന് തൊട്ടുള്ള കലണ്ടർ ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചേക്കും. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ 2026 കലണ്ടർ ഇവിടെ. ഇതിന്റെ കാര്യം ഞാൻ ചോദിച്ചേ. ഇതിനകത്ത് കളയാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. മനസ്സ് മടിക്കുവാണ്. അതിനകത്തുനിന്ന് നമുക്ക് ഒരു ലാഭവും ഒന്നുമില്ല. പക്ഷെ അതങ്ങനെ വെച്ചേക്കോടെ. ചോറ് വാർത്തിടാം. നീരാകുമ്പോഴത്തേക്ക് നമുക്ക് അത്താഴം വിളമ്പാം. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്ത് സേവ് ആക്കിയില്ലെങ്കിൽ ഫോണിന്റെ ഗാലറി എല്ലാം ആകെപ്പാടെ ബഗ്ഗായി പോകും. ഇത്തിരി സ്റ്റോറേജ് ആയിട്ടേ. കുറച്ച് സമയം റെസ്റ്റ്. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കട്ടെ പ്രിയങ്ങളെ. ആയോ, റെഡിയായോ എന്ന് നോക്കാം. മതി, ഇച്ചിരി ചാറ് ഇരുന്നോട്ടെ. വേണമെങ്കിൽ നാളെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ അല്ലേ? നമുക്കെന്നാൽ അത് ഈ അത്താഴം വിളമ്പിലേക്ക് കിടക്കാം. മതി. അങ്ങനെ എന്തോ ആണ്. എന്റെ എന്തുവാ അമ്മയ്ക്ക് അത് കറക്റ്റ് ഒരു മാറ്റവും ഇല്ല. അമ്മയ്ക്ക് വന്നേ എന്തുവാ? ഇപ്പൊ എന്തേലും വാശി ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ ഉള്ള കമാൻഡ്മെന്റ്. എന്നിട്ട് അമ്മയ്ക്ക് ദൈവം തന്നേക്കുന്ന പ്രോമിസ് എന്ന് പറഞ്ഞാ അമ്മ അത് മാറ്റി വെക്കുവാണെങ്കിൽ അമ്മയ്ക്ക് വലിയൊരു എഴുതിയേക്കുന്നു, വലിയൊരു അനുഗ്രഹം കിട്ടും. എന്നുവെച്ചാ വിട്ട് കളയാൻ ഇപ്പൊ മനസ്സിൽ എന്തുവാ കിടക്കുന്നതെന്ന് വെച്ചാ സാക്രിഫൈസ് ചെയ്യാൻ. മനസ്സിലായോ? എങ്ങനാ എന്തുവാ ഞാനാ എന്തുവാ അമ്മയുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. എന്നുവെച്ചാ അതിനെ അങ്ങ് വിട്ട് കളയാൻ. വിട്ട് കളയുവാണെങ്കില് അമ്മയ്ക്ക് എന്തുവാ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു നന്മ നടക്കുമെന്ന്. അറിയത്തുള്ളൂ. അല്ല, അമ്മയ്ക്ക് മത്സരമില്ല, അമ്മയോടല്ലേ മത്സരം. എല്ലാരും പറയുന്നു മത്സരിക്കാൻ.
ചെയ്യരുത്. അത് ഞാനും പറയുന്നില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്ന എല്ലാവരും, പക്ഷെ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ചെയ്യണ്ട, ഞാൻ വിട്ടുകളയാമേ. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് ഇതും കൂടി കേട്ടത് ഏതാണ്ട് പോലെ. അമ്മ എന്നെ പോലെ അല്ലല്ലോ, അമ്മ ദൈവവിശ്വാസിയൊക്കെ, എന്നെക്കാട്ടി ദൈവവിശ്വാസി. അപ്പൊ അമ്മ പ്രോമിസ് ചെയ്യണം, അല്ല കമാൻഡ്മെന്റ് ചെയ്യണം. ദൈവം തന്നെ പ്രോമിസ് ദൈവം ചെയ്തോ. എന്റെ പിന്നെ എന്ത് ഈ ഉദ്ദേശിച്ചെന്ന് ഞാൻ ഇനി പോയി ബൈബിള് വായിക്കണം. അമ്മയ്ക്ക് മത്സരമൊന്നുമില്ല കള. അമ്മയുടെ എല്ലാവരും കേട്ടവരും കണ്ടവരും എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്, അതിലേ പോ ഇതിലേ പോ, അങ്ങനെ പറയും ഇങ്ങനെ പറയെന്ന് പറഞ്ഞു. അമ്മയുടെ മനസ്സിൽ എന്തുവാണോ അത് ചെയ്യുക. എന്റെ കാര്യം പോലും കേൾക്കണ്ട. ഇത് ഉടുപ്പ് നോക്കി വെച്ചോണ്ടിരിക്കും. ചോറുണ്ണാൻ എന്റെ തൊണ്ടയ്ക്ക് എന്തോ ഭയങ്കര ഇത്. വാ, അമ്മയ്ക്ക് ചോറ് വേണമേ. വാ ഇച്ചിരി കഴിക്കേ. വാ വാ മോനുകുട്ട, തോരനൊക്കെ ഉണ്ട്. വാ ഇച്ചിരി കഴിക്കേ. വാ വെള്ളം വാ. ചോറ്, മോര്, നമ്മുടെ വെള്ളച്ചക്കക്കുരുത്തോരൻ, മീൻകറി. ഇതാണ് ഇന്നത്തെ അത്താഴത്തിന്റെ വിഭവങ്ങൾ കേട്ടോ. ലക്ഷ്മി ചേച്ചിയുടെ അച്ചാറാണ്. 3 പാക്കറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഇത് പാവയ്ക്ക അച്ചാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പാവയ്ക്ക ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞു ഇത് കൂട്ടി നോക്കാം, അപ്പൊ ഇഷ്ടപ്പെടുമോ. ടാറ്റാ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറയണം. മതി. ചോറുണ്ടായും ആദ്യം നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ അച്ചാർ വിളമ്പുന്നുണ്ട്. പിന്നെ നമ്മുടെ തോരൻ. എന്തുവാടാ? തോരൻ കൊതിയായോണ്ട് ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി മോരുകറി ഒഴിക്കട്ടെ. ഈയാണ് ഒച്ച പോരാ, അതുകൊണ്ട് അധികം സംസാരിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഒക്കെ ക്ലിയർ ആവട്ടെ. എൻ്റെ പ്രിയങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാം, ലൈവ് വരാം. കുറേ ദിവസം കൊണ്ട് ഓർക്കുവാണ്, ഒന്നും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. വരും, ഒരു 1.5 വരവ് ഞാൻ വരും. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം, എല്ലാവരോടും നിറയെ സ്നേഹം. ഇനി നമുക്ക് നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ യാത്ര പറയാം. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.